മൂടൽമഞ്ഞ് രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്ത് വിമാന ഗതാഗതം താറുമാറായി. ബംഗളൂരുവിലും ഡൽഹിയിലും വിമാനങ്ങൾ വൈകിയാണ് ലാൻഡ് ചെയ്യുന്നത്. ബംഗളൂരുവിൽ 37-ഉം ഡൽഹിയിൽ 92-ഉം വിമാനങ്ങളാണ് വൈകിയെത്തിയത്. ഡൽഹിയിൽ 6 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. വിശദാംശങ്ങളുമായി തൗബ മാഹിൻ ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. തൗബ, വിശദാംശങ്ങൾ. രജീഷ്, ഇന്നും കനത്ത മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും ഡൽഹിയിൽ അടക്കം വിവിധയിടങ്ങളിൽ വിമാന സർവീസുകൾക്ക് മഞ്ഞ് വെല്ലുവിളിയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ കനത്ത മൂടൽമഞ്ഞ് ബാധിച്ചതിനെ തുടർന്ന് ഡൽഹി, ബംഗളൂരു, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ വിമാന സർവീസുകളെ സാരമായി മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല മേഖലകളിലും ദൃശ്യപരിധി 0-ലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് വിമാന സർവീസുകൾ താളം തെറ്റിയത്. ബംഗളൂരിലും ഡൽഹിയിലും വിമാനങ്ങൾ ഇപ്പോൾ വൈകിയാണ് ലാൻഡ് ചെയ്യുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഡൽഹിയിൽ 20-ലധികം വിമാനങ്ങൾ വൈകുകയും 30-ഓളം വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 6 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു എന്നും വിമാനത്താവളം അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ 37 വിമാനങ്ങളാണ് വൈകിയെത്തിയത്. കൊൽക്കത്തയിൽ 25 സർവീസുകളെയും ഈ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ വിമാന കമ്പനികൾ എക്സിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഇത് അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കാനും വഴിതിരിച്ചു വിടാനുമുള്ള സാധ്യതയുള്ളതിനാൽ യാത്രയ്ക്ക് മുമ്പ് വിമാന സ്റ്റാറ്റസുകൾ പരിശോധിക്കണമെന്നാണ് വിമാന കമ്പനികൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. റീഫണ്ടിങ്ങിനും മറ്റ് ഗതാഗത തിരഞ്ഞെടുത്ത് യാത്ര തുടരാനും ഇത് സഹായിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. രജീഷ്, അതേസമയം ഈ മൂടൽമഞ്ഞ് വിമാന സർവീസുകളെ മാത്രമല്ല രജീഷ്, റോഡ് ഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും അടക്കം ബാധിച്ചിട്ടുണ്ട്. ഡൽഹി, നോയിഡ, ഗുരുഗ്രാം അടക്കമുള്ള പ്രദേശങ്ങളിൽ ദൃശ്യപരത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറഞ്ഞ വേഗത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം മൂടൽമഞ്ഞ് രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്ത് വിമാന ഗതാഗതം താറുമാറായി. വിവരങ്ങൾ നൽകിയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹി.